ഇതൊരു ഓഡിയോ ലോഞ്ച് ചടങ്ങാണല്ലോ. സംഗീത സംവിധായകനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രീ മിഥുൻ മുകുന്ദൻ. എല്ലാവർക്കും നമസ്കാരം. സംസാരിക്കാൻ എത്രമാത്രം കഴിവുണ്ടെന്ന് അറിയില്ല. ഈ ഫംഗ്ഷൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു നിമിഷം കുറച്ചൊന്ന് പുറകിലോട്ട് പോയി. കാരണം തിരി തെളിയിച്ചപ്പോൾ ദിലീപേട്ടനും ലാൽ സാറും നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു എംബാരസിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാനൊരു സിനിമയിൽ വെച്ച് ചുറ്റുമുള്ള ഓഡിയൻസ് എന്നോട് ചിരിയുടെ ബോഡി കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സിനിമ കല്യാണരാമനായിരുന്നു. അപ്പോൾ ആ തിരി തെളിയിക്കുന്നതാണ്. പെട്ടെന്ന് ഒരു മിനിറ്റ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോയി. അപ്പോൾ സിനിമയിൽ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷമായി, മലയാളത്തിൽ ഇപ്പം 2-3 വർഷമായി. പക്ഷെ എന്നാലും ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം, അതും ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്ന് എൻ്റെ മനസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ദിലീപേട്ടൻ, താങ്ക് യു സോ മച്ച്. പിന്നെ വിനീതേട്ടൻ, ഇപ്പം രാജേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കറക്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മുഴുവൻ വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വിനീതേട്ടൻ എന്നെ മ്യൂസിക്കലി വളരെയധികം എൻ്റെ ബെസ്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എന്നെ പുഷ് ചെയ്ത ഒരു ഡയറക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ അതെനിക്ക് വളരെയധികം ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഡയറക്ടറാണ്. അപ്പം അതിന് വിനീതേട്ടനോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, കാരണം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എപ്പോഴും ഒരു സിനിമയുടെ അവസാനത്തോട്ട് വരുന്ന പ്രോസസ്സാണ്. അപ്പം അതിന് മുന്നേ ഉള്ള എല്ലാവരും അവരുടെ വർക്ക്, ഇപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും രാജേഷ് ഏട്ടനും എല്ലാവരും അവരുടെ വർക്ക് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത്, അതിൽ നന്നായിട്ട് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. എല്ലാവരും കേട്ട് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കാലം എന്നോട് ഇന്നിപ്പം നമ്മുടെ ആക്ട്രസസിലെ റോസ്മിൻ എന്ന് ചോദിച്ചു, ചേട്ടൻ പടം കണ്ടുവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു 500 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം അത്രയും തവണ ഇത് സ്കോർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക, ഇപ്പോഴും ബോർ അടിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ പവിയുടെ ജേർണിയിൽ വളരെയധികം ഇൻവോൾവ് ആണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം 26-ാം റിലീസാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. പാടാൻ പറഞ്ഞ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പടം ഇപ്പോൾ ഈ സിനിമയിൽ ആദ്യം റിലീസ് ചെയ്ത് പിറകിലാരോ വിളിച്ചോ എന്ന് പറഞ്ഞ പാട്ടാണ്. ഷിബു ചക്രവർത്തി സാർ എഴുതിയത്. കപിലരാണ് ഒറിജിനൽ പാടിയിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ അത്ര പറ്റില്ലെങ്കിലും ഞാൻ 2 വരി പാടാം. പിറകിലാരോ വിളിച്ചോ, മധുര നാരകം പൂത്തോ. ഇത്തിരി ആൾക്കാർ പോലും പാടാൻ ശബ്ദം. താങ്ക് യു.